ഹായ്, ഐ എം ഡോക്ടർ ആശ രാജീവ്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ സിംറ്റംസിനെ കുറിച്ചാണ്. അതായത് ആ പേഷ്യൻ്റ് പറഞ്ഞത് പുള്ളിക്ക് എപ്പോഴും അങ്ങ് ക്ഷീണമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര മെമ്മറി ലോസ് ഉണ്ടെന്ന് എന്നാണ്. അതായത് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിരിക്കുക, കോൺവെർസേഷൻ മറന്നു പോവുക, ഓപ്പോസിറ്റുള്ള ആളുടെ പേര് മറന്നു പോവുക, പെട്ടെന്നൊരു കീ നമ്മൾ എടുത്തുനിന്ന് എടുക്കാൻ മറന്നു പോവുക, പുള്ളിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഭയങ്കര ഫോഗി, ഒരു ലോ മൂഡായിട്ട് തോന്നുക. ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ സിംറ്റംസ്. അപ്പം ഞാൻ പറഞ്ഞത് പുള്ളിയുടെ ഒരു വൈറ്റമിൻ B12 ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വൈറ്റമിൻ B12 ചെക്ക് ചെയ്യും. അത് വളരെ ലോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ് കൊടുക്കുകയും പുള്ളി ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്തു. അപ്പോൾ വൈറ്റമിൻ B12 നിസ്സാരക്കാരനല്ല. അപ്പം നിങ്ങളുടെ വൈറ്റമിൻ B12 കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ വൈറ്റമിൻ B12 എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നെർവിൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ B12. പിന്നെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനെയും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വൈറ്റമിൻ B12 നമുക്ക് എന്തിൽ നിന്നൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ നോൺ വെജിൽ ആൾക്കാരിലാണെങ്കിൽ നമ്മുടെ ലിവർ, ചിക്കൻ, ബീഫിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ കേർഡ്, മിൽക്ക് അതുപോലുള്ള കാര്യങ്ങൾ, ചീസ് പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ ഇതിനെ നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും: മൈൽഡ് എന്നും, മോഡറേറ്റ് എന്നും, സിവിയർ അത്. അതിൽ മൈൽഡ് കേസസിലാണെങ്കിൽ ചെറുതായിട്ടുള്ളൊരു ഓർമ്മക്കുറവേ കാണത്തുള്ളൂ. അതേസമയം മോഡറേറ്റ് കേസസിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരു ഷോർട്ട് ടൈം മെമ്മറി തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ സിവിയർ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ്, ഡിപ്രഷൻസ്, ഭയങ്കര ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വൈറ്റമിൻ B12 നന്നായിട്ട് പരിശോധിക്കുക. താങ്ക് യു സോ മച്ച്.